കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അപകടനില പൂർണ്ണമായും തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ല. തലയുടെ പരിക്ക് ഗുരുതരമല്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവിൽ ആശങ്കയുണ്ട്. തൽക്കാലം വെന്റിലേറ്റർ സഹായം തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ വളരെ കുറവേ ഉള്ളൂ. ഒരു 200 ml താഴെ ഉള്ളൂ, 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്, കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന റാണി, ഡോക്ടർമാരുടെ വാക്കുകളിൽ നമുക്ക് പ്രതീക്ഷകളുണ്ട്. ആരോഗ്യനില വീണ്ടെടുക്കും എന്നാണ് ഡോക്ടർമാരുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ആശങ്കകൾ ഒഴിയുന്നില്ല. ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യം. വീണ് നല്ല നിലയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. രക്തം കട്ട പിടിച്ച് കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയല്ലേ ഡോക്ടർമാർ അറിയിക്കുന്നത്? ബീന റാണി. തീർച്ചയായും ഉമാ തോമസ് MLA പരിക്ക് പറ്റി ഇവിടെ ഉമാ തോമസ് MLA പരിക്ക് പറ്റിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന ആരോഗ്യ നിലയിൽ നിന്ന് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോഴും ശ്വാസകോശത്തിനെ സംബന്ധിച്ച പരിക്ക് സാരമുള്ളതാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരിശോധനകളിലെല്ലാം തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. തലച്ചോറുമായി ബന്ധപ്പെട്ട് നില കൂടുതൽ മോശമായിട്ടില്ല. എന്നാൽ നട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിക്കുകൾക്ക് കൂടുതൽ സ്കാനിങ് അടക്കം ഉള്ളവ ചെയ്യേണ്ടി വരും. എന്തായാലും കൂടുതൽ കാലം കുറച്ച് കാലം കൂടി വെന്റിലേഷനിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്വാസകോശത്തിലെ ചതവ് ഒരു ഗുരുതരമായ പ്രശ്നമായതിനാൽ തന്നെ അപകടനില പൂർണ്ണമായി തരണം ചെയ്തു എന്ന് പറയാനാവില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രത്യേക പരിശോധനകളൊന്നും തന്നെ ഇല്ല. ശ്വാസകോശത്തിൻ്റെ നില ഭദ്രമാക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാനുള്ള പ്രധാന ചികിത്സയെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. തലച്ചോറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചികിത്സകളോ സർജറികളോ മറ്റും ആവശ്യമില്ല. മറിച്ച് അത് പരിപൂർണമായി സുഖപ്പെടാൻ ദിവസങ്ങൾ വേണ്ടിവരും. സമയമെടുത്തു മാത്രമേ അതിൻ്റെ ചികിത്സ പൂർത്തിയാക്കാനാവുള്ളൂ എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമാ തോമസ് MLAക്ക് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിരീക്ഷണം ആവശ്യമുണ്ടെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലുള്ള സ്ഥിതി തുടരുകയാണ്, നിലവിലുള്ള ചികിത്സാ രീതിയും തുടരുകയാണ്. കൂടുതൽ കോട്ടയത്ത് നിന്നെത്തിയ മെഡിക്കൽ സംഘവും ഇന്നലെ ചികിത്സാ രീതികളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. അവരുമായി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടാവും. എന്തായാലും ഇനി വേറെ CT സ്കാൻ അടക്കമുള്ള മറ്റു പരിശോധനകളൊന്നും നടത്തുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതോടൊപ്പം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ചതവ് പൂർണ്ണമായും സുഖപ്പെടാനുള്ള ചികിത്സയാണ്, ഇതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പുതിയ ചികിത്സാ രീതികളൊന്നും അവലംബിക്കുന്നില്ല. നിലവിലുള്ള ചികിത്സാ രീതി തന്നെ തുടരും. അതോടൊപ്പം വെന്റിലേഷനിലും കുറച്ച് ദിവസം കൂടി തുടരേണ്ടി വരും എന്നാണ് വ്യക്തമാക്കുന്നത്. അപകടനില തരണം ചെയ്യാറായിട്ടില്ല. നിരീക്ഷണവും തുടരുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണം ഇന്നലെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. അതും തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റ് ചികിത്സാ രീതികളും നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം തന്നെ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും ഈ വാരിയലിലെ ശ്വാസകോശത്തിൽ കുത്തിക്കയറിയതിനാലുള്ള ചതവാണ് ഇത്തരത്തിൽ ഗുരുതരമായി ശ്വാസകോശത്തിൻ്റെ സ്ഥിതി ഗുരുതരമായി വഷളാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഉമാ തോമസ് അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോങ്കോസ്കോപ്പി അടക്കമുള്ള പരിശോധനകളിലൂടെയാണ് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് അത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചതവ് പൂർണ്ണമായും
അത് ഗുരുതരമായ നിലയിൽ തന്നെ തുടരുകയാണ് എന്ന് ഇപ്പോൾ മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ മാത്രമേ ഇനി മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയുള്ളൂ. മെഡിക്കൽ ബുള്ളറ്റിനും അതിനുശേഷമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പ്രധാനമായും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ തുടരാനാണ് മെഡിക്കൽ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില അതേ നിലയിൽ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് MLA പരിശോധിക്കുന്നത്. MLA വെന്റിലേറ്ററിൽ തന്നെ കുറച്ച് ദിവസം കൂടി തുടരേണ്ടി വരും. ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിലും വളരെ പ്രതീക്ഷകളുണ്ട് എന്നാണ് മെഡിക്കൽ സംഘം ഇന്ന് മാധ്യമങ്ങളോട് അറിയിച്ചത്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘം തന്നെയാണ് MLA ചികിത്സിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന റാണി.